ഹായ് ആൾ, എന്റെ ഗാർനെറ്റിന്റെ പുതിയ കറണ്ട് അഫയേഴ്സ് സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് സെപ്റ്റംബർ 2 കറണ്ട് അഫയേഴ്സ് ആണ്. ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് 2 killed 6 injured as fresh violence erupts in മണിപ്പൂർ. ഓൾറെഡി നമ്മൾ നേരത്തെ അഭിമുഖീകരിച്ചിട്ടുള്ള ഒരു ഇഷ്യൂ ആയിരുന്നു മണിപ്പൂരിലുള്ള റിവോൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ ആ റിവോൾട്ട് ഒരു 3 to 4 months ആയിട്ട് സ്റ്റോപ്പ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിന്റെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളൊരു ബാഡ് ന്യൂസ് ആണ് നമുക്ക് അവിടെ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ന്യൂസിന്റെ നമുക്കുള്ള ഇമ്പോർട്ടൻസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്രൂപ്പ്സിന്റെ പേര് തന്നിട്ട് ഏതാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് വരാം. സോ അപ്പൊ ആ കുക്കി എന്ന് പറയുന്ന അവിടുത്തെ നോൺ ട്രൈബൽ ഗ്രൂപ്പ്സ് ആണ്. കുക്കി എന്ന് പറയുന്ന അവിടുത്തെ ഏത് ഗ്രൂപ്പാണ്? നോൺ ട്രൈബൽ ഗ്രൂപ്പ്സ് ആണ്. അതേ കണക്ക് തന്നെ മീത്തെ എന്ന് പറയുന്നതാണ് അവിടുത്തെ ട്രൈബൽ ഗ്രൂപ്പ്സ്. ഈ രണ്ട് ഗ്രൂപ്പ്സ് തമ്മിലാണ് എന്ത് നടക്കുന്നത്? അവിടെ ഇഷ്യൂസ് നടക്കുന്നത്. ഈ ഒരു റിവോൾട്ടിൽ ഇന്നലെ അവർ ഡ്രോൺ വെച്ചിട്ട് ബോംബ് ഡ്രോപ്പ് ചെയ്തു. അതില് ജേർണലിസ്റ്റ്, പോലീസ്മാൻ, അങ്ങനെ കുറെ പേര് എന്ത് ചെയ്തു? മരണമടയുകയുണ്ടായി. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത്. കുക്കി ട്രൈബൽ കുക്കി ഗ്രൂപ്പിന്റെയും മീത്തെ ഗ്രൂപ്പിന്റെയും ഒരു റിവോൾട്ട് ആണ്. അത് നടന്ന സ്ഥലം മണിപ്പൂരാണ്. അതാണ് നമുക്ക് ഫസ്റ്റ് ന്യൂസ് ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ ആണല്ലോ. സോ അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പുതിയ ഒരു സർക്കുലർ ആണ്. സർക്കുലർ അല്ലെങ്കിൽ ഒരു നിയമമാണ്. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LGBTQ വർഗത്തിൽപ്പെട്ട ആളുകൾക്ക് അവർക്കും എന്താണ് ഫുഡിനുള്ള ഒരു ഇത് വരാതിരിക്കാൻ വേണ്ടി റേഷൻ കാർഡ് എത്രയും പെട്ടെന്ന് തന്നെ ഇഷ്യൂ ചെയ്യണം എന്നുള്ള ഒരു ന്യൂസ് ആണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് എല്ലാവരും ഓൾ ആർ ഈക്വൽ ആണ് എന്ന് നമുക്ക് എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഇത് അവർ ചെയ്യുന്നത്. സോ അപ്പൊ അത് എല്ലാ സ്റ്റേറ്റും അതേണക്കിന് എല്ലാ യൂണിയൻ ടെറിട്ടറിയും ഇത് ഉടനെ തന്നെ ചെയ്യണം. അവർക്ക് ഫുഡിന്റെ സ്കേസിറ്റി ഉണ്ടാവരുത് എന്നുള്ള കാര്യമാണ് ആ ഒരു ന്യൂസ് കൊണ്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് ജേർണലിസ്റ്റ് ഉമേഷ് ഉപാധ്യ ഡൈസ് ആഫ്റ്റർ ഫോളിംഗ് ഫ്രം ബിൽഡിംഗ്. അദ്ദേഹം എന്ന് പറയുന്നത് ഉമേഷ് ഉപാധ്യ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒബിച്വറിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇദ്ദേഹം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയിലെ സബ് എഡിറ്റർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അത് മാത്രമല്ല ഓൾ ഇന്ത്യ റേഡിയോയില് പൊളിറ്റിക്കൽ കമന്റർ ആയിട്ടും ഒക്കെ ഇദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. റിലയൻസില് മീഡിയ ഡയറക്ടർ ആയിട്ടൊക്കെ ഇദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ വീട് പണിയുന്നതിന്റെ ഇടയ്ക്ക് മുകളിലത്തെ 4ാമത്തെ നിലയിൽ നിന്ന് 2ാമത്തെ നിലയിലേക്ക് വീണ് ആക്സിഡന്റലായിട്ട് മരിച്ചു എന്നുള്ള ന്യൂസ് ആണ് വരുന്നത്. അപ്പൊ ഇദ്ദേഹത്തിനെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ടത് അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേരാണ് വെസ്റ്റേൺ മീഡിയ നറേറ്റീവ്സ് ഓൺ ഇന്ത്യ എന്നുള്ളതാണ്. ഇന്ത്യ ഫ്രം ഗാന്ധി ടു മോദി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്ക് എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് ഈ ഒരു ബുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ഒന്ന് തന്നെ നോക്കി വെച്ചേക്കാം. റീസെന്റ് ന്യൂസ് ആയതുകൊണ്ട് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യത ഉണ്ടാവുന്നത്. സോ അപ്പോ ഉമേഷ് ഉപാധ്യായ ആണ്. അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേരെന്താണ്? വെസ്റ്റേൺ മീഡിയ നറേറ്റീവ്സ് ഓൺ ഇന്ത്യ ഫ്രം ഗാന്ധി ടു മോഡി എന്നുള്ളതാണ്. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. മാർക്ക് ചെയ്ത് പഠിച്ചോളാം. നമ്മുടെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് എയർ സ്റ്റാഫ് ആയിരുന്ന അശുതോഷ് ദീക്ഷിത് റിട്ടയർ ആവുകയും ആ ഭാഗത്തേക്ക് ആ ഒരു പ്ലേസിലേക്ക് എയർ മാർഷൽ തേജീന്ദർ സിംഗിനെ അപ്പോയിന്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. സോ ഓഗസ്റ്റ് 31 ആയപ്പോഴത്തേക്ക് അശുതോഷ് ദീക്ഷിതിന്റെ ടെന്യൂർ അവസാനിക്കുകയാണ്. അങ്ങനെയാണ് സെപ്റ്റംബർ 1 തൊട്ട് എയർ മാർഷൽ തേജീന്ദർ സിംഗ് ആ ഒരു പോസ്റ്റിലേക്ക് വരുന്നത്. സോ അപ്പോൾ നമ്മുടെ പുതിയ ഡെപ്യൂട്ടി ചീഫ് ഓഫ് എയർ സ്റ്റാഫ് ആരാണ്? എയർ മാർഷൽ തേജീന്ദർ സിംഗ് ആണ്. ഓക്കെ, ആർക്ക് പകരമാണ് വന്നത്? അശുതോഷ് ദീക്ഷിതിന് പകരമാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പാരാലിമ്പിക്സിന്റെ ഒരു ന്യൂസ് ആണ്. ഇന്നലെ നമ്മൾ പാരാലിമ്പിക്സിന്റെ ഒരു ന്യൂസ് ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് റുബിയ ഫ്രാൻസിസിനെ പറ്റിയുള്ള ന്യൂസ് ആണ്. അതിനുശേഷം നമുക്ക് റുബിയ ഫ്രാൻസിസിന് ബ്രോൺസ് ആയിരുന്നു നമ്മൾ ഇന്നലെ പഠിച്ചത്. അതേപോലെ തന്നെ ഇന്ന് നമുക്ക് ഒരു സിൽവറും ഒരു ബ്രോൺസും ആണ് കിട്ടിയിരിക്കുന്നത്. സിൽവർ എന്ന് പറയുന്നത് നിഷാദ് കുമാറിനാണ്. നിഷാദ് കുമാർ എന്ന് പറയുന്നത് ഹൈ ജമ്പ് ആണ്. അദ്ദേഹത്തിന് മെൻസ് T47 ഹൈ ജമ്പില് സിൽവർ ആണ് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഐറ്റം എന്ന് പറയുന്നത് ഏതാണ്? ഹൈ ജമ്പ് ആണ്. അതിന് സിൽവർ മെഡൽ ആണ്. ഇത് അദ്ദേഹത്തിന്റെ ഈ വർഷത്തെ 2ാമത്തെ മെഡലാണ്. ഫോർ സെക്കൻഡ് ടൈം ആണ് ഇത് ഈ വർഷത്തെ 2ാമത്തെ മെഡൽ. ഈ വർഷം ഇതിനു മുന്നും അദ്ദേഹത്തിന് സമ്മാനം കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. ദെൻ പ്രീതി എന്ന് പറയുന്ന ലേഡിക്ക്
200 മീറ്റർ അത്ലറ്റിക്സിൽ 200 മീറ്ററിന് ബ്രോൺസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ അപ്പൊ ഇന്നലെ നമ്മൾ ഇന്ത്യക്ക് 4 മെഡലായിരുന്നു പഠിച്ചത്. അപ്പൊ ഇന്ന് 2 മെഡലും കൂടെ ആയിട്ടുണ്ട്. സോ ടോട്ടൽ 6 മെഡൽസ് ആണ് നമുക്കിപ്പോ ആയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിഷാദ് കുമാർ എന്ന് പറയുന്ന ഐറ്റം ഹൈ ജമ്പ് ആണ്, അദ്ദേഹത്തിന് സിൽവറും, അദ്ദേഹം തന്നെ പ്രീതി എന്ന് പറയുന്നതിന് വ്യക്തിക്ക് 200 മീറ്ററിൽ അത്ലറ്റിക്സിൽ ബ്രോൺസുമാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇന്നലെ നമ്മൾ പഠിച്ചത് റുബിയ ഫ്രാൻസിസ് ആയിരുന്നു. ദെൻ അതേ കണക്ക് തന്നെ ഒരു സ്പോർട്സ് ന്യൂസ് ആണ് അടുത്തത്. വേൾഡ് ഡെഫ് ചാമ്പ്യൻഷിപ്പ് ഉണ്ടായിരുന്നു. വേൾഡ് ഡെഫ് ചാമ്പ്യൻഷിപ്പിന് അനുയ പ്രസാദ് എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺ എയർ പിസ്റ്റലില് ഗോൾഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ 10 മീറ്റർ എയർ പിസ്റ്റലാണ് അത് ഗോൾഡ് കിട്ടിയിരിക്കുന്നത്. ഇത് നടക്കുന്നത് ജർമ്മനിയിൽ വെച്ചിട്ട്, അതിന്റെ വെന്യൂ നടക്കുന്നതെന്ന് പറയുന്നത് ജർമ്മനി വെച്ചിട്ടായിരുന്നു നടക്കുന്നത്. ദെൻ അവിടെ തന്നെ നമുക്ക് മെൻസില് എയർ പിസ്റ്റലിലെ മെൻസ് കാറ്റഗറിയില് ഒരു സിൽവറും ഒരു ബ്രോൺസും, അഭിനവ് ദേശ്വാളിന് സിൽവറും ശുഭം വാഷിസിന് ബ്രോൺസും കിട്ടിയിട്ടുണ്ട്. സോ അപ്പൊ 3 പേർക്കാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ള. ഒന്ന് അനുയ പ്രസാദ്. അനുയ പ്രസാദിന് വേൾഡ് ഡെഫ് ചാമ്പ്യൻഷിപ്പില് ഗോൾഡ് ആണ് നേടിയിരിക്കുന്നത്. അതേ വേൾഡ് ഡെഫ് ചാമ്പ്യൻഷിപ്പില് മെൻസിന്റെ ടൂർണമെന്റില് 2 മെഡൽസ് നമുക്കുണ്ട്. ഒന്ന് സിൽവറും ഒന്ന് ബ്രോൺസും ആണ്. സിൽവർ എന്ന് പറയുന്നത് അഭിനവ് ദേശ്വാളിനും ബ്രോൺസ് എന്ന് പറയുന്നത് ശുഭം വാശിഷ്ഠിനുമാണ്. രണ്ടുപേരും മെൻസ് എയർ പിസ്റ്റളിൽ തന്നെയാണ് അവാർഡ് നേടിയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ജപ്പാന് കഴിഞ്ഞ വർഷം നേരിട്ട ഒരു മെയിൻ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് അവർക്ക് ഹീറ്റ് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് അവർക്ക് റൈസിന്റെ സ്കാർസിറ്റി ഒരുപാട്, അവർക്ക് അല്ലെങ്കിൽ കൾട്ടിവേഷൻ ഭയങ്കര പാടായിരുന്നു, അല്ല അവർക്ക് ആ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ വന്നത് കാരണം കഴിഞ്ഞ വർഷം അവർക്ക് ഒരുപാട് പെർസെൻറ്റേജ് കുറവായിരുന്നു അവരുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് കാരണം ജപ്പാനിലെ സായിതമ അഗ്രികൾച്ചർ ടെക്നോളജി ലിമിറ്റഡ് പുതിയ ഒരു ഇനം റൈസ് ഡെവലപ്പ് ചെയ്തെടുത്തു എന്നുള്ളതാണ്. നെല്ല് ഡെവലപ്പ് ചെയ്തെടുത്തു. അതെന്ന് പറഞ്ഞാൽ ഹീറ്റ് റെസിസ്റ്റന്റ് ആണ്, ക്ലൈമറ്റ് ചേഞ്ചിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അത് എന്താണ് നശിച്ചു പോവാത്ത രീതിയിൽ കിളിച്ചു വരുന്ന ഒരു തരം റൈസ് ആണ്, സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റൈസ് ആണ് ജപ്പാനാണ് ഡെവലപ്പ് ചെയ്തത്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം, സ്പെഷ്യൽ ആയിട്ടുള്ള ഹീറ്റ് റെസിസ്റ്റന്റ് റൈസ് ഈ ഇടയ്ക്ക് എന്താണ് കൾട്ടിവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജപ്പാനാണ്. ജപ്പാനിലെ തന്നെ സായിതമ അഗ്രികൾച്ചർ ടെക്നോളജി സെന്റേഴ്സ് ആണ് അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് നമുക്ക് തീരാണ്. വളരെ കുറച്ച് കറണ്ട് അഫയേഴ്സേ ഉള്ളൂ. എല്ലാവരും കറക്റ്റ് ആയിട്ട് പഠിച്ചു പോകുക. വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ കാണാം. ബൈ.